ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 2-ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കടുകുമണിയും പുളിമാവും എന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം 4-ാമത്തെ ശീർഷകം. 2, 13-18 പ്രകാരം യേശു ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം 1, ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? 2, എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? ഈ 2 ചോദ്യങ്ങളാണ് യേശു ചോദിച്ചത്. 3-ാമത്തെ ചോദ്യം, യേശു ചോദ്യങ്ങൾ ചോദിച്ചത് ആരോടാണ്? ഉത്തരം സിനഗോഗിലുണ്ടായിരുന്ന ജനങ്ങളോട്. 4, എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? ഇവിടെ എന്തിനെ ഉപമിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഉത്തരം ദൈവരാജ്യത്തെ. 5, ദൈവരാജ്യം എന്തിന് സദൃശമാണെന്നാണ് 13-19 പറയുന്നത്? ഉത്തരം, ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം. 6, കടുകുമണിയുടെ ശാഖകളിൽ ചേക്കേറിയത് ആരാണ്? ഉത്തരം ആകാശത്തിലെ പക്ഷികൾ. 7, ആകാശത്തിലെ പക്ഷികൾ ചേക്കേറിയത് എവിടെയാണ്? ഉത്തരം കടുകുമണിയുടെ ശാഖകളിൽ. 8, യേശു കടുകുമണിയെ ഉപമിക്കുന്നത് എന്തിനോടാണ്? ഉത്തരം ദൈവരാജ്യത്തോട്. 9, 13-21 പ്രകാരം യേശു ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? ഉത്തരം, ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വച്ച പുളിപ്പിനോട്. 10, ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വച്ച പുളിപ്പ് പോലെയാണത്. ഏത്? ഉത്തരം ദൈവരാജ്യം. 11-ാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 5-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ഇടുങ്ങിയ വാതിൽ. 12, ലൂക്കായുടെ സുവിശേഷം 13:22 അനുസരിച്ച് യേശു എവിടേക്കാണ് യാത്ര ചെയ്യുകയായിരുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. 13, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. 14, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 15, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഒരുവൻ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അതാണ് യേശുവിനോട് ചോദിച്ചത്. 16, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ഒരുവൻ ചോദിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. 17, 13-24 പ്രകാരം അനേകം പേർ എന്തിനു വേണ്ടി ശ്രമിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ. 18, 13-24 പ്രകാരം അനേകം പേർ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കും. എന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും? ഉത്തരം,
അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. 19 13:25 അനുസരിച്ച് വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറഞ്ഞ് വാതിലിൽ മുട്ടാൻ തുടങ്ങും എന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരേണമേ എന്ന് പറഞ്ഞു. 20ാമത്തെ ചോദ്യം: കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും? ഉത്തരം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. 21 13:26 അനുസരിച്ച് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് വാതിലിൽ മുട്ടുന്നവർ പറയുന്നത്? ഉത്തരം: ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 22 ഞങ്ങളെ എവിടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വാതിലിൽ മുട്ടുന്നവർ പറയുന്നത്? ഉത്തരം: തെരുവുകളിൽ. 23 നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുന്നവർ പറയുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും? ഉത്തരം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. 24 എന്തു പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ് 13:27 പറയുന്നത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. 25 നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം: 2 പ്രാവശ്യം. 26 13:28 അനുസരിച്ച് ആരെല്ലാമാണ് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നത്? ഉത്തരം: അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. 27 13:28 പ്രകാരം അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും എവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായിട്ട്. 28 13:28 പ്രകാരം എപ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതായി കാണപ്പെടുമ്പോൾ. 29 കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് എവിടെയാണ് വിരുന്നിനിരിക്കുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ. 30 കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ആരാണ് വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നത്? ഉത്തരം: ജനങ്ങൾ. 31 കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം: സകല ജനതകളും രക്ഷ നേടും എന്ന്. 32 ഒരു പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ മുൻപന്മാരാകുന്ന ഡാഷും പിൻപന്മാരാകുന്ന ഡാഷും ഉണ്ടായിരിക്കും. ഉത്തരം: അപ്പോൾ 13:30 അനുസരിച്ച് പൂരിപ്പിക്കാനുള്ളതാണ്. ഉത്തരം: അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. 33ാമത്തെ ചോദ്യം: ലൂക്കായുടെ സുവിശേഷം 13:30 സമാനമായ മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. പിന്നെ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. 34 ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. 35 13:31 അനുസരിച്ച്
യേശുവിനോട് ഇവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ചില ഫരിസേയർ. 36 ചില ഫരിസേയർ വന്ന് യേശുവിനോട് ഇവിടെ നിന്ന് പോവുക എന്ന് പറയുവാനുണ്ടായ കാരണമെന്ത്? ഉത്തരം ഹെറോദേസ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതുകൊണ്ട്. 37 13 32 അനുസരിച്ച് യേശു കുറുക്കൻ എന്ന് സംബോധന ചെയ്തത് ആരെയാണ്? ഉത്തരം ഹെറോദേസിനെ. 38 13 22 പ്രകാരം യേശു ഇന്നും നാളെയും എന്ത് ചെയ്യുമെന്നാണ് ഹെറോദേസിനോട് ചെന്ന് പറയുവാൻ ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുമെന്ന്. 39 മൂന്നാം ദിവസം എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം മൂന്നാം ദിവസം ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും. 40 ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകനും നശിക്കുക സാധ്യമല്ല. 41 13 33 പ്രകാരം എവിടെ വച്ചാണ് ഒരു പ്രവാചകനും നശിക്കുക സാധ്യമല്ല എന്ന് പറയുന്നത്? ഉത്തരം ജെറുസലേമിന് പുറത്തു വച്ച്. 42 13 34 അനുസരിച്ച് യേശു എപ്രകാരമാണ് ജെറുസലേമിനെ സംബോധന ചെയ്യുന്നത്? ഉത്തരം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യപ്പെടുന്നവളെ എന്ന്. 43 നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് എങ്ങനെ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ. 44 13 35 അനുസരിച്ച് ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു എന്ന് യേശു പറയുന്നത് ആരോടാണ്? ഉത്തരം ജെറുസലേം നിവാസികളോട്. 45 13 35 പ്രകാരം എന്നുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ. ഇത്രയും ചോദ്യങ്ങളാണ് 13 ലൂക്കായുടെ സുവിശേഷം 13 അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നല്ലവണ്ണം പഠിക്കാം. പിന്നെ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.